തോന്നിവാസം പറയരുത്. തോന്നിവാസം പറയരുത്. ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ട് അങ്ങ് പറയൂ. ഞാൻ പറഞ്ഞ വാചകം അങ്ങ് എടുത്ത് പറയൂ. ഞാനൊരു വാചകം പറഞ്ഞിട്ട് അങ്ങ് പറയൂ. ഇല്ല അരുൺകുമാർ ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. മുഖ്യമന്ത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തേക്ക് ഈ പരിവാരങ്ങളുമായി ദുരന്ത നിവാരണം ഏകോപിപ്പിക്കേണ്ട പരിവാരങ്ങളുമായി പോയി ഭക്ഷണം കഴിക്കലും സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണോ ഔചിത്യത്തിന്റെ പ്രശ്നം? റൂം ഫോർ റിവർ എന്ന് പറയുന്ന ലക്ഷ്യ പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നില്ല. പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാനത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അങ്ങ് ഇപ്പോൾ വി ഡി സതീശനെ കുഴപ്പത്തിലാക്കി മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് പോലെ ആ രൂപത്തിലേക്ക് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദ്യമല്ല, ഞാൻ ഇതിനകത്ത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. റൂം ഫോർ റിവർ പദ്ധതി എന്നുള്ളത് നടപ്പാകാനുള്ള കൃത്യമായ പഠനം നടത്താതെയാണ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. വെറുതെ പണം ചെലവാക്കി അവിടെ പോയി അതുമായി ബന്ധപ്പെട്ട് ഇത്രയും തുക ചെലവാക്കി, യാത്രയ്ക്ക് തന്നെ ചെലവാക്കി, ഒരു സംഘമായി പോയി തിരിച്ചു വന്നു. ആ പദ്ധതി നടപ്പായില്ലെന്ന് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തിയ കോടികൾ എന്നതിലാണ് അതിൽ അനാവശ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളിലുള്ള പാളിച്ചകളും കുഴപ്പങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. മറുപടി ആകുമ്പോൾ എല്ലാ മറുപടിയും വ്യക്തമായിരുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായ മറുപടി പറയാൻ അറിയാത്തതല്ല. നിങ്ങൾ ഇങ്ങനെ ചോദ്യോത്തരവേള കൊണ്ടുവരാതിരിക്കണ്ട. എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ അറിയുന്നയാളാണ് മുഖ്യമന്ത്രി. അപ്പോൾ വൈകാരികമായി ഈ തരത്തിൽ ഒരു ശാഠ്യത്തിന്റെ രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് അബദ്ധമാണ് എന്നതാണ് എന്റെ. എനിക്ക് സ്മൃതിയോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നമുക്ക് ബാക്കിയൊക്കെ വിടാം. സ്മൃതി പറഞ്ഞ ഒരേ ഒരു കാര്യം, സ്മൃതിക്ക് അതിനകത്ത് അനൗചിത്യം തോന്നിയത് ജുവലറി ഉദ്ഘാടനത്തിന് പോയതാണ്. ജുവലറി ഉദ്ഘാടനത്തിന് പോകുന്നതെന്ന 2-ാം തീയതിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രളയം സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് 1-ാം തീയതിയാണ്. എനിക്ക് സ്മൃതിയോടുള്ള ചോദ്യം ഇതാണ്, അത് സ്മൃതിക്ക് ഉത്തരം നൽകാൻ പറ്റുമെങ്കിൽ ഉത്തരം നൽകുക. 31-ാം തീയതി 3 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ് വരുന്നു. മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ച് ഈ പ്രദേശങ്ങളിൽ, അതായത് 31-ാം തീയതി 1, 2 തീയതികളിലെ കൃത്യമായി ഓറഞ്ച് റെഡ് അലർട്ടുകളെ കുറിച്ച് പറയുന്നു. മലപ്പുറത്ത് 1-ാം തീയതിയും 2-ാം തീയതിയും ഓറഞ്ച് അലർട്ടുണ്ട് എന്ന് പറയുന്നു. പത്തനംതിട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ അലർട്ടുണ്ടെന്ന് പറയുന്നു. ഈ അലർട്ട് വരുന്ന സമയത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് പോലീസ് റെക്കോർഡ് പ്രകാരം എറണാകുളത്ത്. അതായത് തൊട്ടടുത്ത ദിവസം കനത്ത മഴയുണ്ട്, തെക്കൻ ജില്ലയിലടക്കം മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ സ്വകാര്യ പരിപാടിക്കാണോ പോകേണ്ടിയിരുന്നത്, പകരം ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്കാണോ പോകേണ്ടിയിരുന്നത്? അതിന് മാത്രം ഉത്തരം തന്നാൽ മതി. അല്ല, ഉത്തരം തന്നാൽ മതി എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം അധികാരപ്പെട്ട ആളാണോ? അല്ല, അതിനകത്ത് ഔചിത്യം സ്മൃതിക്ക് അനൗചിത്യം തോന്നുന്നു. ഞാൻ അനൗചിത്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് പരിപാടികൾ. അല്ല, ഞാൻ ഡോക്ടർ അരുൺകുമാറിന്റെ അനൗചിത്യം ചിന്തിക്കുന്നതാണ് അനൗചിത്യമെന്നും ഞാൻ കാര്യമില്ല. കനത്ത മഴയുണ്ടാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി ഏകോപിപ്പിക്കേണ്ട മുഖ്യമന്ത്രി 1-ാം തീയതി എറണാകുളത്ത് നിന്നും സ്വന്തം വീട്ടിൽ നിന്നും 31-ാം തീയതി എറണാകുളത്തുള്ള മുഖ്യമന്ത്രി 1-ാം തീയതി തലസ്ഥാനത്തേക്ക് വരാതെ മലപ്പുറത്തേക്ക് പോയത് എന്തിനാണ്? ഏത് ഔദ്യോഗിക പരിപാടിയാണ് അദ്ദേഹം അന്ന് പങ്കെടുത്തത്? അതിനകത്ത് അനൗചിത്യം തോന്നുന്നില്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി അല്ലേ? വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. 2-ാം തീയതി ജുവലറി ഉദ്ഘാടനം വിടൂ. അതിനുശേഷം അപ്പോഴേക്കൊക്കെ ഇവിടെ മനുഷ്യര് മണ്ണിനടിയിൽ പോയി. അരുൺകുമാർ വിടാൻ ആഗ്രഹിക്കുന്നതും അരുൺകുമാർ പിടിക്കാൻ ഉദ്ദേശിക്കുന്നതിനും മറുപടി അറിയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്നോട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ അങ്ങ് ചോദ്യങ്ങൾ അങ്ങ് പ്രേക്ഷകർ ഉന്നയിക്കാവുന്ന ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കും. എനിക്ക് അനൗചിത്യമായി തോന്നിയ കാര്യം ഞാൻ ഇവിടെ അങ്ങ് ശ്രദ്ധിക്കാത്തോണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ എന്തായിരുന്നുവെന്നും ഈ കാര്യത്തിൽ ഏകോപനത്തിന്റെ പ്രശ്നം ഈ പറഞ്ഞ വാർത്താക്കുറിപ്പ് അങ്ങ് പറഞ്ഞ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാർത്താക്കുറിപ്പിന്റെ അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ഏകോപനം എന്നാൽ തിരുവനന്തപുരത്ത് പോയി അവിടെ കസേരയിലിരുന്ന് നടത്തി അവിടെ നിന്ന് കറക്കി വിളിക്കേണ്ട ഒരു കാര്യമാണ് ഏകോപനം എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം വിളിച്ചിരുന്നു എന്നുള്ള കാര്യം മന്ത്രിമാർ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിളിക്കൽ എവിടെ നിന്ന് വിളിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ വിലയിരുത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അന്ന് മോദി അവിടെ പോയി കുട്ടികളെ അടക്കം കയ്യിലെടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോവുകയും ഒരു പ്രകടനമൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രധാനമന്ത്രി ഇപ്പോൾ ഇതാ വലിയ സഹായം തരാൻ പോകുന്നു. ആ സഹായം നൽകിയില്ല. അന്ന് പിണറായി വിജയൻ അവിടെ വന്നിട്ടില്ല എന്നുള്ള വിമർശനം വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. അന്നും പിണറായി വിജയൻ അങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും സ്വകാര്യ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിൽ പോയതല്ല.
നീ ഒന്നും പണയണ്ട. അങ്ങേ ആവേശം കൊള്ളാതെ പറയുന്നത് ആവേശം കൊള്ളും ചില സമയങ്ങളിൽ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഒന്നാം തീയതി മുഖ്യമന്ത്രിയുടെ വിസിറ്റിനെ കുറിച്ച് ഒന്നും പറയില്ല. ഞാൻ ഉന്നയിച്ച വിഷയമല്ല അങ്ങ് പറയുന്നത്. ഞാൻ വിസിറ്റ് പോയതിനെ കുറിച്ച് ഒന്നല്ല പറയുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പിണറായി വിജയൻ അന്ന് അവിടെ പോയി ആ ദുരന്ത മുഖത്ത് ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ചുറ്റി നിന്ന് കാണണമായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഡോക്ടർ അരുൺ. അങ്ങ് അത്ര ആവശ്യമൊക്കെ കൊണ്ടുള്ളൂ പിണറായി വിജയന് വേണ്ടി, എനിക്കത് പ്രശ്നമല്ല. ഞാൻ ഒറ്റ കാര്യം വളരെ വളരെ മോശമായ ഒരു പ്രയോഗമാണ് ഇപ്പൊ നടത്തിയത്. ഞാൻ പിണറായി വിജയന് മണ്ണിനടിയിൽ കിടക്കുന്ന ഇപ്പോഴും കാണാതിരിക്കുന്ന 7 പേർക്ക് വേണ്ടിയാ, 7400 അവരെ രക്ഷിച്ചെടുക്കാൻ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി ഒരു വിരുന്ന് സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിനകത്ത് അനൗചിത്യമില്ല എന്നെങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയെ താങ്കൾക്ക് പറയാൻ പറ്റുക? നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. തോന്നിവാസം പറയരുത്. എങ്ങനെ തോന്നിവാസം പറയരുത്? ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ട് അങ്ങ് പറയും. ഞാൻ പറഞ്ഞ വാചകം അങ്ങ് എടുത്ത് പറയൂ. ഞാനൊരു വാചകം പറഞ്ഞിട്ട് അങ്ങ് പറയും. ഇല്ല അരുൺകുമാർ, ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ പറയാത്ത വാചകം എന്റെ വായിൽ തിരികണ്ട. ഞാൻ പറയാത്ത വാചകം ഇല്ല. അരുൺകുമാർ പറയുന്ന വാചകം എടുത്ത് പറയാനല്ല സ്മൃതി പരുത്തിക്കാട് ഇവിടെ ഇരിക്കുന്നത്. സ്മൃതി പരുത്തിക്കാരന്റെ അഭിപ്രായമുണ്ട്. അങ്ങ് നടുക്കിരുന്ന് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടാം. അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അതായത് അരുൺകുമാറിന്റെ അഭിപ്രായം സ്മൃതിയുടെ വായിൽ തിരികിട്ട് സ്മൃതിയുടെ വായിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാൻ കഴിയുമോ? എനിക്ക് പറയാൻ നിങ്ങളുടെ ആരുടെയും ചീട്ട് വേണ്ട അരുൺകുമാർ. എനിക്ക് പറയാൻ നിങ്ങളുടെ ചീട്ട് വേണ്ട അരുൺകുമാർ. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. 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 അപ്പൊ അങ്ങ് ചീട്ട് വേണമെന്നുള്ള പറയാതിരിക്കും. ജനങ്ങളുടെ ചീട്ട് ആയിക്കോട്ടെ, അത് വേണമല്ലോ. അതാണല്ലോ നമ്മുടെ ചർച്ചയുടെ വിഷയം. മുഖ്യമന്ത്രിയുടെ മറുപടി ആയോ എന്ന ചോദ്യത്തിന് അർത്ഥം ജനത്തിനോടുള്ള മറുപടി ആയോ എന്ന് തന്നെയാണല്ലോ ആ ചോദ്യത്തിനർത്ഥം. ആ ചോദ്യം ഞാനാണല്ലോ എഴുതി തന്നത് അല്ലെ? ആ ചോദ്യത്തിനർത്ഥം മുഖ്യമന്ത്രി നൽകിയ മറുപടി ആയോ എന്നുള്ള എന്റെ ഉത്തരം എല്ലാ മറുപടി പറയുന്നുണ്ട്. എല്ലാ മറുപടി കൃത്യമായ മറുപടി അല്ല എന്ന് പറഞ്ഞു. അങ്ങേക്ക് എന്താ മലയാളം പറയാൻ മനസ്സിലാവും? അല്ല, അങ്ങ് ആ തന്ത്രം കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ ചോദ്യോത്തര വേളയല്ല ഈ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചോദ്യോത്തര വേളയൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വാർത്താ സമ്മേളനത്തിൽ ആകെ മുഖ്യമന്ത്രി നൽകിയ ഏറ്റവും മാന്യമായ മറുപടി എന്നുള്ളത് അധ്യാപകരുടെ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി അത് മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മറ്റു മറുപടികൾ കൃത്യമായിരുന്നില്ല എന്നും അത് അതിവൈകാരികമായിരുന്നു എന്നും അങ്ങനെ ഒരു മറുപടി എല്ലാ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഉചിതം എന്നൊരു വാക്ക് മറുപടിയായി, പക്ഷേ എല്ലാ മറുപടിയും കൃത്യമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. മറുപടി ആയോ ഇല്ലയോ? മറുപടി എല്ലാ മറുപടിയും കൃത്യമായിട്ടില്ല. ചില കാര്യങ്ങൾ മറുപടി അതെന്റെ സൗകര്യം. അതെങ്ങനെയാ മറുപടി ആയോ? മറുപടി പറയല്ലേ വാർത്താ സമ്മേളനത്തിൽ മറുപടി. അല്ലാതെ സമയം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയൊന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അക്ഷമയോടെ നൽകിയ മറുപടികളാണ് കണ്ടിട്ടില്ല. ആ മറുപടികൾ തന്നെയാണ്. ആ മറുപടി കൃത്യമാണോ, നമുക്ക് തൃപ്തികരമാണോ എന്ന് ചോദിച്ചപ്പോൾ തൃപ്തികരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തൃപ്തികരമായ മറുപടി എന്നത് ഒന്നിൽ മാത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മറുപടിയായി വെച്ചൊരു മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മറുപടിയും കൃത്യമായിരുന്നില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഇടിവെട്ട് സൂര്യനെ അവർക്കറിയില്ല, മനസ്സിലായി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ